ഹായ് ഫ്രണ്ട്സ്, ഇന്നാണ് ഞങ്ങളെല്ലാവരും കൂടി വയനാട്ടിലേക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പോകുന്നത്. പുലർച്ചെ 5:30ക്കാണ് ഞങ്ങൾ ട്രാവലർ വരുന്നത്. സോ ഞങ്ങൾ നേരത്തെ എണീറ്റ് മെയിൻ റോഡിലേക്ക് പോയി. അപ്പോഴാണ് മനസ്സിലായത് ഞങ്ങളെ പിന്നാലെ 2 നായകന്മാരും കൂടി ഉണ്ടേനി എന്നുള്ളത്. അച്ഛനോട് ടാറ്റ പറഞ്ഞ് ഞാൻ വേഗം ഞങ്ങളെ ട്രാവലറിൽ കയറി. ഞങ്ങളെ ട്രാവലറിൻ്റെ പേര് സെഞ്ച്വറി എന്നായിരുന്നു. കയറിയപ്പം മുതലേ വണ്ടിയിലുള്ള എല്ലാവരും നല്ല ഓണായിരുന്നു. ഇപ്പോൾ ഡാൻസ് കളിക്കുന്ന യെല്ലോ ബേർഡാണ് എൻ്റെ ചേച്ചിയാണ് എന്നെ ഈ ടൂറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന് നീ ഏതാടാ നായെന്ന് ചോദിക്കരുത്. ആ ഒരു സ്റ്റോറി ഞാൻ പിന്നെ പറയും. അങ്ങനെ അവരെ ഡാൻസൊക്കെ ഞാൻ നന്നായി എൻജോയ് ചെയ്ത് ഞാൻ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് നമ്മളെ ആറുവരിപ്പാത ഉണ്ടല്ലോ, പുതിയ ഹൈവേ, അത് നല്ല സെറ്റായിട്ടുണ്ട്. ഇപ്പോഴും ട്രാവലറിൻ്റെ അകത്ത് നല്ല ഡാൻസ് തന്നെയാണ്. ഡാൻസ് അറിയാത്ത എന്നും കൂടി പിടിച്ചവർ എന്തായാലും ഡാൻസ് കമ്പൽസറി ആയിട്ട് കളിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഓർക്കൊരു സന്തോഷമായിക്കോട്ടെ വിചാരിച്ച് ഞാനും അതിൻ്റെ പാർട്ടായി. ഇതെന്താ അറിയോ, ഞങ്ങളെ ഡാൻസ് ലീഡറെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അതിൻ്റെ ചോക്ലേറ്റാണത്. പിന്നെ വയനാട് ചുരം കയറാൻ വേണ്ടി തുടങ്ങി. ആദ്യമായിട്ട് ഞാൻ ഈ വയനാട് ചുരം കയറിയത് എൻ്റെ ഫാമിലീൻ്റെ കൂടെയാണ്. അതും ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. എൻ്റെ അച്ഛമ്മേൻ്റെ അനിയത്തീൻ്റെ മോൻ കല്യാണം കഴിച്ചത് വയനാട്ടിലെ അമ്പലവയൽ നിന്നാണ്. അങ്ങനെയാണ് ഞാൻ ഈ സ്ഥലത്തേക്ക് ആദ്യമായിട്ട് എത്തിച്ചേർന്നത്. അങ്ങനെ വളരെ ഫ്രഷ് ആയിട്ടുള്ള വയനാടിൻ്റെ ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് ഞങ്ങളെത്തി. ആരും ഫോട്ടോ എടുക്കാത്ത, ആരും ഇതുവരെ കാണാത്ത സ്ഥലത്തേക്ക്. അപ്പോഴാണ് ഞങ്ങളെ കൂട്ടത്തു നിന്ന് ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങിയത്, വയനാട്ടിൽ വന്നിട്ട് മങ്കി ബേബീസിനെ കാണാൻ കഴിയില്ലല്ലോ എന്ന്. കുറച്ച് നേരം അവിടെ ഇവിടെ ഞങ്ങൾ നോക്കി. പിന്നുണ്ട് ഞങ്ങളെ മുമ്പിലൊരു ചേച്ചി, അതിലൊരു മങ്കി ബേബീനെ അങ്ങനെ തലോടി. പക്ഷെ മൂപ്പർക്ക് അത് ഇഷ്ടമായില്ല, അത് തല്ലി. പിന്നെ അത് ഞാനും എൻ്റെ ചേച്ചിയാണ്. ഞങ്ങൾ കുറച്ച് സെൽഫിയും ഫോട്ടോയൊക്കെ എടുത്ത്. പിന്നെ ഞങ്ങളെ ടീമാണ്. പിന്നെ അന്ന വിചാരം മുന്ന വിചാരം എന്നല്ലേ, ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ലപോലെ ഫുഡൊന്നും കഴിക്കാൻ കഴിഞ്ഞില്ലേ. ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ ഫുള്ള് തേയിലത്തോട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വയനാടിൻ്റെ പച്ചപ്പും ഹരിതാപമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന തേയിലത്തോട്ടം. കുറച്ച് നേരം നമുക്ക് ഇതൊക്കെ ആസ്വദിക്കല്ലേ. ഈ ഒരു വൺ ഡേ ട്രിപ്പിൽ ഞങ്ങൾ ആദ്യം തന്നെ പോയത് സൂചിപ്പാറ വെള്ളച്ചാട്ടം കാണാനാണ്. സമ്മർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രൈ ആയിരുന്നു അവിടെ എല്ലായിടത്തും. ഈ ഒരു വാട്ടർഫാൾ കാണാൻ ഒരു അഡൽറ്റിന് 150 റുപ്പീസാണ് ഈടാക്കുന്നത്. അതുപോലെ പ്ലാസ്റ്റിക് ഒന്നും അതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സൈറ്റിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റേഴ്സ് ഉള്ളിലേക്ക് പോയാലാണ് സൂചിപ്പാറ വാട്ടർഫാൾസ് കാണാൻ പറ്റുക. പിന്നെ ഈ വയനാട്ടിൽ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ സ്ഥലത്ത് പോകുമ്പോൾ അവിടെയൊക്കെ നല്ല പ്ലാവും ഉണ്ടാവും, അതിലൊക്കെ നല്ലോണം ചക്കകളും ഉണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ട് ഞങ്ങളെ പ്ലാസ്റ്റിക് ബാഗുകളും
ഞങ്ങളെ ചിപ്സ്, അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ആസ്വദിച്ച് കഴിക്കാൻ വെച്ച സാധനങ്ങൾ മൊത്തം വാങ്ങി വെച്ച്. പിന്നെ ഞങ്ങളെ ഗ്യാങ് എല്ലാവരും കൂടെ പോയി. നല്ല എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആദ്യം തന്നെ പോയി. പക്ഷെ ഞാനും എൻ്റെ ചേച്ചിയും വേറെ കുറച്ച് ആൾക്കാരും നല്ല രീതിയിൽ ആസ്വദിച്ച് അപ്പുറം ഇപ്പുറമുള്ള കാപ്പിത്തോട്ടങ്ങളൊക്കെ കണ്ട് നല്ല രീതിക്ക് ഓരോ കല്ലും എണ്ണി എണ്ണി നടന്ന്. ഇത് പിന്നെ ഇതിനുള്ളിലുള്ളൊരു വ്യൂ പോയിൻ്റാണ്. ഞങ്ങളെ ഗ്യാങ്ങിൽ വയനാടിൻ്റെ കാഴ്ച കാണാനായിട്ട് ഒരു അമ്മയും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ താഴത്തേക്ക് ചെല്ലും തോറും അത്യാവശ്യം നല്ല ദുർഘടമായിരുന്നു പാതകളൊക്കെ. അതുകൊണ്ട് തന്നെ അമ്മ അവിടെ ഒരു ബെഞ്ചിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നു. യെസ്, ഇതാണ് സൂചിപ്പാറ വാട്ടർഫാൾസ്. വെള്ളം എനിക്ക് പേടിയായതുകൊണ്ട് തന്നെ ഞാൻ അവിടേക്കൊന്നും ഇറങ്ങാൻ പോയില്ല. ഞങ്ങളെ ഗ്യാങ്ങിലെ ജിസ്ന, ആദിത്യ, ഷീജ ചേച്ചി, പിന്നെ സിന്ധു ചേച്ചി ഇവരെല്ലാം തന്നെ വെള്ളത്തിലിറങ്ങി. കൂടെയുള്ള മക്കൾ വരെ വെള്ളത്തിലിറങ്ങി കളിക്കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വെള്ളം പേടിയാണെന്നും ഞാൻ വെറുതെ റിസ്ക് എടുക്കില്ല. എന്നാലും കുറച്ച് നേരം പ്രകൃതിയും അതുപോലെ തന്നെ വെള്ളച്ചാട്ടവും വെള്ളം കുറേ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു കയറി. ഇവിടുന്ന് ഞങ്ങൾ വേഗം സുൽത്താൻ ബത്തേരിക്ക് വിട്ട്. അവിടെയാണ് കഥ നടക്കുന്നത്. ഞങ്ങൾ ശരിക്കും ഒരു ഹൗസ് വാമിങ്ങിന് വേണ്ടി വന്നതായിരുന്നു. ആക്ച്വലി ഇതിൻ്റെ ഭാഗമായിട്ട് കാരാപ്പുഴ ഡാമും അതുപോലെ തന്നെ സൂചിപ്പാറ വാട്ടർഫാൾസും കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് അവിടെ നല്ല സ്വീകരണമായിരുന്നു ലഭിച്ചത്. കയറി വന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഞങ്ങൾക്ക് ഗ്രേപ്പ് ജ്യൂസാണ് തന്നത്. അതിൻ്റെ ശേഷം ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അവിടെ നെയ്ച്ചോറും കോഴിക്കറിയും പിന്നെ നല്ല അച്ചാറും ലാസ്റ്റ് ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം വിട്ട് സ്ഥലം. ഞങ്ങൾ വിസിറ്റ് ചെയ്ത അടുത്ത സ്ഥലം കാരാപ്പുഴ ഡാമാണ്. ശരിക്കും ഈ ഡാമിന് പുറമെ നല്ലൊരു ഗാർഡനും അതുപോലെ തന്നെ ഒരു അഡ്വഞ്ചർ സോണും ഉണ്ടായിരുന്നു. ഇവിടുത്തെ എൻട്രി ഫീസ് 30 റുപ്പീസാണ്. അതായത് ഇവിടേക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് 30 റുപ്പീസ്. പിന്നെ ഇവിടുത്തെ ഓരോ റൈഡ്സിലും കയറാൻ ഓരോ ഫിക്സഡ് റേറ്റ് ഉണ്ടായിരിക്കും. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സൂപ്പർ പ്ലേസ് ആയിരുന്നു കാരാപ്പുഴ ഡാമിൻ്റെ ഗാർഡനും ആ ഏരിയാസൊക്കെ. ഞങ്ങൾ അവിടുത്തെ ഗാർഡൻ സെറ്റപ്പിലേക്കും പിന്നെ കുറച്ച് അഡ്വഞ്ചറസ് സോൺസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടേക്കും കൂടി പോവാണ്. ആ കാണുന്നതാണ് സ്പേസ് ടവർ. പിന്നെ അത് അവിടുത്തെ ഗാർഡനാണ്. ഇതാണ് ജയന്റ് സ്വിങ്. അങ്ങനെ ഈ ഗാർഡൻ മൊത്തം കാണാനും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ പ്ലേസും ആസ്വദിക്കാനും പറ്റിയൊരു വ്യൂ പോയിന്റ് ഇവിടെ ഉണ്ട്. നല്ലൊരു ക്ലൈമറ്റിലായിരുന്നു ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്തത്. നല്ല കാഴ്ചയായിരുന്നു അതിൻ്റെ മുകളിൽ നിന്ന്.
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വേഗം. പിന്നെയും അവിടെ നിന്ന് മുന്നോട്ടേക്ക് ഒരുപാട് ഏരിയയിൽ ഫുൾ ഗാർഡൻ തന്നെയായിരുന്നു. ഞങ്ങൾ അതിലൂടെയൊക്കെ മെല്ലെ നടന്ന് ആസ്വദിച്ച് പോന്നു. ആ കണ്ട മിൽമ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ 2 ഐസ്ക്രീമും വാങ്ങി ചീയേഴ്സ് അടിച്ച്. അപ്പോഴേക്കും മഴ പെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഫോട്ടോ സെക്ഷനൊക്കെ നടക്കുകയായിരുന്നു. കാരാപ്പുഴ ഡാം കാണാൻ വന്നാൽ പിന്നെ ഡാം കാണാതെ പോകാൻ പറ്റില്ലല്ലോ. മഴയത്ത് അടടാമഴയുടെയൊക്കെ കളിച്ച് ഞങ്ങൾ വേഗം തിരിച്ച് ഞങ്ങളെ ട്രാവലറിലേക്ക് കയറിപ്പോയി. പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി. ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറച്ചൊക്കെ അടിയൊക്കെ കഴിച്ച് പോന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എണ്ണക്കടി എന്ന് പറഞ്ഞാൽ പഴംപൊരിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പഴംപൊരി ഓർഡർ ചെയ്ത്. വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കണ്ട ഷീജ ചേച്ചീൻ്റെ നാണാണത്. പിന്നെ ഞങ്ങൾ വേഗം ചായയൊക്കെ കുടിച്ച് വേഗം തിരിച്ച് കയറും. ഇതൊരു 1 ഡേ ട്രിപ്പാണെങ്കിലും ഏകദേശം ഈവനിങ് ആയപ്പോഴത്തേക്ക് തന്നെ എൻ്റെ എനർജി മൈനസിലേക്ക് എത്തിയിരുന്നു. ഞങ്ങൾ ഗാങ്ങിൽ ഏറ്റവും എനർജറ്റിക് ആയിട്ട് എനിക്ക് തോന്നിയത് സിന്ധു ചേച്ചീനെയാണ്. കാരണം സിന്ധു ചേച്ചി ഏത് എനർജി ലെവലിലാണ് വണ്ടിയിലേക്ക് കയറിയത് അതുപോലെ തന്നെയാണ് ഇറങ്ങിപ്പോയത്. രാത്രി ഞങ്ങളെല്ലാവരും എക്സോസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് സിന്ധു ചേച്ചി അടുത്ത ട്രിപ്പിനെ പറ്റി പ്ലാൻ ചെയ്യായിരുന്നു. ഇതൊക്കെ രാത്രിയിലെ മക്കളെ ഡാൻസാണ്. ഇൻസൈഡ് ദ ബസ് അല്ല, ഇൻസൈഡ് ദ ട്രാവലറാണ്. അതൊരു മിസ്റ്റേക്കാണ്. അങ്ങനെ ഞങ്ങളെ മനോഹരമായ 1 ഡേ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ബൈ ബൈ.